ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സ്കിന്നിന് ഒന്ന് ബ്രൈറ്റൻ ആക്കാനും നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറി അതുപോലെ തന്നെ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റും അതുപോലെ നമ്മുടെ ഫേസിനെ ഒന്ന് നന്നായിട്ട് ടോൺ ചെയ്തെടുക്കാനും എല്ലാം പറ്റണം. നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണുക. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഒരു തക്കാളിയാണ്, ടൊമാറ്റോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി വേണം. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് നല്ലപോലെ നമ്മളൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. കാരണം നമുക്ക് പാക്കായിട്ട് ഫേസിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അരച്ചെടുത്തിട്ട് കാണാം. അപ്പം ഞാൻ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് നമ്മുടെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അളവിലെടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടൊമാറ്റോ, അതായത് നമ്മുടെ തക്കാളിൻ്റെ പേസ്റ്റ് നമ്മളൊരു 2 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഈ തക്കാളിയുടെ പേസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ നാരങ്ങ, അതായത് നമ്മുടെ ലെമൺ. ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള കാരണം നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ തക്കാളിയും നാരങ്ങ നീരും ചേരുമ്പോൾ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കിട്ടും. അപ്പം ഞാൻ നമ്മുടെ തക്കാളി പേസ്റ്റ് എടുത്ത ആ ഒരു സ്പൂണിൻ്റെ അളവിൽ തന്നെ നമ്മുടെ ഈ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നാരങ്ങ അലർജി ഉള്ളവരാണെങ്കിൽ ഈ പാക്ക് യൂസ് ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട, ചിലർക്ക് നാരങ്ങ നീര് ശരിയാവില്ല. അപ്പോൾ ഞാൻ തക്കാളിയുടെ പേസ്റ്റും നാരങ്ങ നീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് ഒരു 1 സ്പൂൺ അളവിൽ കടലപ്പൊടി, ഗ്രാം ഫ്ലോർ, ഇത് ബേസൻ ഫ്ലോർ എന്നൊക്കെ പറയും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഇടുകയാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം ഞാനിപ്പോൾ ഇതിൽ ബേസൻ ഫ്ലോർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ആക്കാനും ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കടലപ്പൊടി. അപ്പോൾ 3ഉം കൂടിയിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. നമുക്കിത് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും, കയ്യിലും ഒക്കെ യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രമേ തേക്കണുള്ളൂ. നിങ്ങൾ യൂസ് ആക്കുമ്പോൾ കഴുത്തിലും കൂടി യൂസ് ആക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് യൂസ് ആക്കുകയാണെങ്കിലും ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് യൂസ് ആക്കുമ്പോൾ നമ്മുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒന്നും അലർജി ഉണ്ടാക്കണില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മൾ ഫേസിൽ യൂസ് ആക്കാൻ. പിന്നെ നമ്മൾ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ ഫേസ് ഒരു കളർ കഴുത്തൊരു കളറാകും. അതുകൊണ്ട് ഫേസിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺ ടാനൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടത്. പിന്നെ നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കുകയും ചെയ്യാം. 2 ഇൻഗ്രീഡിയൻ്റ് മതി. ഫേസിൽ നമ്മൾ ഏത് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ആക്കുമ്പോൾ നമുക്ക് അലർജി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് പണി കിട്ടാൻ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് എടുത്ത് തേച്ചു കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിന് ശേഷം യൂസ് ആക്കുക. ഈ പാക്ക് നമ്മളൊരു 50 മിനിറ്റ്സൊക്കെ ഫേസിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രൈ ആവുന്നൊരു സ്റ്റേജ് എത്തും, നമുക്ക് മനസ്സിലാവും. ഒരു 80% ഒക്കെ ഡ്രൈ ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഡ്രൈ ആയിട്ട് കാണാം. അപ്പം നമ്മൾ ഒരു 50 മിനിറ്റ്സൊക്കെ വെച്ചപ്പോഴേക്കും നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്തിരി നമുക്ക് ടൈറ്റനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാം. അപ്പം നമ്മൾ 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത്. കണ്ടില്ലേ, സ്കിൻ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെയെന്ന്. നമുക്ക് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് ഫീലാകും. അതുപോലെ തന്നെ നാരങ്ങയും തക്കാളിയും കൂടി ഇട്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കിട്ടും. അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ നമ്മുടെ കരുവെളുപ്പെല്ലാം മാറാനും, സൺ ടാന്, പിന്നെ
നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഫൈൻ ലൈൻസൊക്കെ മാറാൻ നമ്മുടെ തക്കാളി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാനും പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ പിന്നെ എല്ലാവരും ഏത് ഫേസ് പാക്കാണെങ്കിലും യൂസ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ചേരുന്നത് യൂസ് ആക്കാൻ മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത ശേഷം നമ്മുടെ ഫേസ് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.